നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡോക്ടർ മെരിയാൻ വി റോഡ്രിഗസിന്റെ ഡിവിനിറ്റി ഓഫ് ഗോഡ് എന്ന പുസ്തകത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കുകയാണ്. ദ വേർഡ് അഥവാ വചനം. അതെ, അപ്പോൾ ഈ ഭാഗത്ത് യേശുക്രിസ്തുവിനെ എങ്ങനെയാണ് ഈ വചനമായിട്ട് പറയുന്നത്, പിന്നെ എന്തുകൊണ്ടാണ് ഈ വചനം ശരിക്കും ദൈവം തന്നെയാണെന്ന് വാദിക്കുന്നത്, ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. തിരുവെഴുത്തുകളുടെ വെളിച്ചത്തിൽ ക്രിസ്തുവിന്റെ ദൈവത്വം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ചില കാര്യങ്ങളാണിതിലുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ? യോഹന്നാന്റെ സുവിശേഷം തുടങ്ങുന്നത് തന്നെ ശ്രദ്ധേയമായിട്ടാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. കേൾക്കുമ്പോൾ ലളിതമായിട്ട് തോന്നാം, പക്ഷേ എന്താണ് ഈ വചനം? വെറുമൊരു വാക്കാണോ? അല്ല. അവിടെയാണ് കാര്യം. നമ്മൾ സാധാരണ സംസാരിക്കുന്ന വാക്കല്ല ഈ വചനം. ഗ്രീക്കില് മൂലഭാഷയില് ലോഗോസ് എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് എന്ന് പറയാറുണ്ട്. സമാനമായ അർത്ഥത്തിൽ പഴയ ഗ്രീക്ക് ഫിലോസഫിയിലും ഈ ലോഗോസ് എന്ന ആശയമുണ്ടായിരുന്നു, പ്രപഞ്ചത്തിന്റെ പിന്നിലെയായി യുക്തി. പക്ഷേ യോഹന്നാൻ അതിനൊരു വ്യക്തിത്വം കൊടുക്കുകയാണ്. ഓഹോ, അപ്പോൾ പ്രപഞ്ചമുണ്ടാകുന്നതിന് മുമ്പേ ഉള്ള ഒരു ദൈവീക യാഥാർത്ഥ്യം, ദൈവത്തിന്റെ ചിന്ത, ജ്ഞാനം എന്നൊക്കെ പറയാമോ? ഒരു പരിധിവരെ അതെ. കൊളോസോസുകാർക്കുള്ള ലേഖനത്തിൽ പൗലോസ്ലീഹ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ക്രിസ്തു ദൈവത്തിന്റെ ഒരു മിസ്റ്ററി, ഒരു രഹസ്യമാണ്. അവനിൽ ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിക്ഷേപങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ജ്ഞാനം മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരാൾ. അതെ, ദൈവത്തിന്റെ മനസ്സ്, ദൈവത്തിന്റെ യുക്തി. അങ്ങനെ ഒരാൾക്ക് ദൈവത്തിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. ദൈവത്തിന്റെ മനസ്സിന് ദൈവത്തിൽ നിന്ന് മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ പഠനം പറയുന്നത് അതാണ്, ലോഗോസായ ക്രിസ്തു ദൈവമാണ്. കാരണം അവൻ ദൈവത്തിന്റെ അന്തസ്സത്തയുടെ ഭാഗമാണ്. മനസ്സിലായി. അപ്പോൾ ഇത് വെറും ഒരു ആശയമല്ല, ഒരു വ്യക്തിയാണ്. സൃഷ്ടിക്ക് മുൻപേയുള്ള, ദൈവത്തോടൊപ്പമുള്ള, ദൈവം തന്നെയുള്ള ഒരു യാഥാർത്ഥ്യം. എക്സാക്ട്ലി. അതുതന്നെയാണ് യോഹന്നാൻ 1:3 പറയുന്നത്. സകലതും അവനിലൂടെ, വചനത്തിലൂടെ ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായത് ഈ ലോഗോസിലൂടെയാണ്. അപ്പോൾ അവൻ സൃഷ്ടിയല്ല, സൃഷ്ടിയുടെ കാരണമാണ്. ശരി. പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തില് ക്രിസ്തുവിനെ ദൈവശക്തിയും ദൈവജ്ഞാനവും എന്ന് വിളിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതും ഇതേ ആശയമാണ്. ദൈവത്തിന്റെ സൃഷ്ടിക്കാനുള്ള കഴിവും അവിടുത്തെ ആഴത്തിലുള്ള ജ്ഞാനവും അതെല്ലാം ഒന്നിച്ചു ചേർന്നതാണ് വചനമായ ക്രിസ്തു. അതാണ് ഈ പഠനം പറയാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വചനം, ഈ ലോഗോസ്, ദൈവത്തിന്റെ ജ്ഞാനവും ശക്തിയുമെല്ലാം ഒരു സമയത്ത് മനുഷ്യനായി വന്നു, യേശുക്രിസ്തുവായി. അതാണ് ഇൻകാർണേഷൻ, മനുഷ്യാവതാരം. ഇത് ചിന്തിക്കാൻ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. എങ്ങനെയാണിത് സംഭവിച്ചതെന്നാണ് ഈ പഠനം പറയുന്നത്. യോഹന്നാൻ 1:14 പറയുന്നു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അതെ, അതെങ്ങനെ സംഭവിച്ചു? ഈ പഠനം പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രത്യേക ഇടപെടലിലൂടെ കന്യാമറിയത്തിന്റെ ഉദരത്തിൽ ഉരുവാക്കപ്പെട്ടു. എന്നിട്ട് ചരിത്രത്തിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ബെത്ലഹേമിൽ ഒരു കുഞ്ഞായിട്ട് ജനിച്ചു. ഒരു സാധാരണ മനുഷ്യനായിട്ട്. അതെ, ദൈവത്തിന്റെ ആ അനന്തമായ ലോഗോസ് മനുഷ്യന്റെ പരിമിതികളിലേക്ക് വന്നു. എന്തിനാണ്? മനുഷ്യർക്ക് ദൈവത്തെ അറിയാൻ, അനുഭവിക്കാൻ. ശരി. അവർക്ക് ദൈവത്തെ നേരിട്ട് കാണാൻ പറ്റി, കേൾക്കാൻ പറ്റി, തൊടാൻ പറ്റി, കൂടെ നടക്കാൻ, സംസാരിക്കാൻ, ഭക്ഷണം കഴിക്കാൻ, അവസാനം ആ സ്നേഹം കുരിശിൽ കാണാൻ. അതിനൊക്കെ വേണ്ടിയായിരുന്നു. അതായത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത, കാണാൻ പറ്റാത്ത ദൈവത്തെ നമുക്ക് ഇടപെടാൻ പറ്റുന്ന, അറിയാൻ പറ്റുന്ന ഒരു രൂപത്തിൽ കാണിച്ചു തന്നു യേശുവിലൂടെ. ഒരു പെർഫെക്റ്റ് സെൽഫ് ഡിസ്ക്ലോഷർ എന്ന് പറയാം. തീർച്ചയായിട്ടും അതുതന്നെയാണ്. യോഹന്നാൻ 1:18 പറയുന്നുണ്ട്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പക്ഷേ പിതാവിന്റെ മടിയിലിരിക്കുന്ന, അതായത് പിതാവുമായി ഏറ്റവും അടുത്ത ബന്ധത്തിലുള്ള ഏകജാതനായ പുത്രൻ, ചില പഴയ കോപ്പികളിൽ ഏകജാതനായ ദൈവമെന്ന് തന്നെയാണ് അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ യേശു തന്നെ ഫിലിപ്പോസിനോട് സംസാരിക്കുന്നുണ്ടല്ലോ, യോഹന്നാൻ 14. ഉണ്ട്, പിതാവിനെ കാണിച്ചു തരണം എന്ന് ചോദിക്കുന്നത്. അതെ, അപ്പോ യേശു എന്താ പറഞ്ഞത്? ഇത്രകാലം ഞാൻ നിങ്ങളോട് കൂടിയായിരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അപ്പൊ ദൈവം എങ്ങനെയാണ് ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത്, സ്നേഹിക്കുന്നത്? ഇതിനെല്ലാം ജീവനുള്ള ഉത്തരം യേശുവാണെന്നാണ് ഈ പഠനം പറയുന്നത്. ഈ വാദങ്ങളെല്ലാം ശരിക്കും യേശുവിന്റെ ദൈവത്വത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്, അല്ലേ? അപ്പോ യേശു ദൈവമാണെന്നതിന് ഈ പഠനം പറയുന്ന പ്രധാന തെളിവുകൾ എന്തൊക്കെയാണ്? ഉയിർത്തെഴുന്നേൽപ്പ് ഒരു പ്രധാന കാര്യമാണെന്ന് തോന്നുന്നു. തോമസിന്റെ അനുഭവം. തീർച്ചയായും ഉയിർത്തെഴുന്നേൽപ്പ് അത് ഇതിലെ ഒരു ആണിക്കല്ല് തന്നെയാണ്, കോർണർ സ്റ്റോൺ എന്ന് പറയാം.
തോമസിന്റെ സംഭവം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. യോഹന്നാൻ 20-ലെ. അതെ. മറ്റുള്ള ശിഷ്യന്മാരൊക്കെ പറയുന്നു ഞങ്ങൾ കർത്താവിനെ കണ്ടുവെന്ന്. പക്ഷെ തോമസ് വിശ്വസിച്ചില്ല. ഇല്ല. അങ്ങയുടെ മറുപടി ഓർമ്മയില്ലേ? അവന്റെ കൈകളിലെ ആണിപ്പഴുത് ഞാൻ കാണണം, എന്റെ വിരൽ അവിടെ ഇടണം, എന്റെ കൈ അവന്റെ വിലാപ്പുറത്തിടണം, അല്ലാതെ ഞാൻ വിശ്വസിക്കില്ല. ഭയങ്കര സംശയം. ശരിയാണ്. എന്നാൽ 8 ദിവസം കഴിഞ്ഞ് യേശു വീണ്ടും വന്നു. വാതിലൊക്കെ അടച്ചിരിക്കുകയായിരുന്നു. പക്ഷെ യേശു അകത്തു വന്നു. എന്നിട്ട് തോമസിനോട് നേരിട്ട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരൂ, എന്റെ കൈകൾ കാണൂ, നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്തിടൂ. അവിശ്വാസിയാകരുത്, വിശ്വാസിയാകണം. ആ നേരിട്ടുള്ള അനുഭവം, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ യാഥാർത്ഥ്യം, അത് തോമസിന്റെ എല്ലാ സംശയവും മാറ്റി. അവന്റെ മറുപടി ഒരു ചോദ്യമായിരുന്നില്ല, അതൊരു ആരാധനയായിരുന്നു, ഒരു തിരിച്ചറിവ്. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, മൈ ലോർഡ് ആൻഡ് മൈ ഗാഡ്. അതെ. ശ്രദ്ധിക്കണം, എന്റെ റബ്ബി എന്നോ ഗുരു എന്നോ അല്ല, എന്റെ ദൈവം എന്ന് തന്നെയാണ്. മരണത്തെ ജയിച്ച യേശു, അവൻ ദൈവമാണെന്നുള്ള ഒരു നേരിട്ടുള്ള ശക്തമായ ഏറ്റുപറച്ചിലാണത്. സംശയമുള്ള ഒരാളുടെ ഉറച്ച ബോധ്യം. വളരെ വളരെ ശക്തമായ സാക്ഷ്യം തന്നെ. തോമസ് അവിടെ യേശുവിനെ ദൈവമായി അംഗീകരിക്കുകയാണ്. വേറെ ഏതെങ്കിലും തിരുവെഴുത്തുകൾ ഈ ദൈവത്വത്തെ, പ്രത്യേകിച്ച് തൃത്വം എന്ന ആശയവുമായി ബന്ധപ്പെടുത്തി പറയുന്നുണ്ടോ? ഉണ്ട്. യോഹന്നാന്റെ 1-ാം ലേഖനം 5.7. ഇത് ചില പഴയ കയ്യെഴുത്ത് പ്രതികളിൽ കാണുന്ന ഒരു ഭാഗമാണ്. കൊം ജൊഹാനിയം എന്നറിയപ്പെടും. അവിടെ പറയുന്നു, സ്വർഗത്തിൽ സാക്ഷ്യം വഹിക്കുന്നവർ 3 ഉണ്ട്: പിതാവ്, വചനം, പരിശുദ്ധാത്മാവ്. ഈ 3 ഒന്നാകുന്നു. ആ, ഇവിടെ പുത്രൻ എന്നല്ല, വചനം എന്ന് തന്നെ ഉപയോഗിച്ചിരിക്കുന്നു. അതെ, അത് യോഹന്നാൻ 1:1 ആശയവുമായിട്ട് ഒത്തുപോകുന്നുണ്ട്. പിതാവ്, വചനം, പരിശുദ്ധാത്മാവ് 3 ഒന്നാണ്. ഇതിനെ മത്തായി 28:19 യേശുവിന്റെ അവസാനത്തെ കൽപ്പനയുമായിട്ട് ചേർത്ത് വായിക്കുമ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുമെന്നത്. ശരി. അപ്പോൾ ചിത്രം വ്യക്തമാവും. പിതാവ്, വചനം അഥവാ പുത്രൻ, പിന്നെ പരിശുദ്ധാത്മാവ്, ഇവർ ദൈവികമായി ഒന്നാണ്. അതാണ് തൃത്വം. 1 God in 3 persons. വചനം എന്നത് യേശുക്രിസ്തുവിന്റെ ദൈവിക വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്ന മറ്റൊരു പേരാണെന്ന് ഈ ഭാഗം പറയുന്നു. ശരി. അപ്പൊ ഈ വചനമായ ക്രിസ്തുവിന് വേറെ എന്തൊക്കെ വിശേഷണങ്ങളാണ് ഈ പഠനം നൽകുന്നത്? കൊലോസ്യോസ്യർ 1:15 അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപം എന്ന് പറയുന്നുണ്ടല്ലോ. ഇമേജ് ഓഫ് ദി ഇൻവിസിബിൾ ഗോഡ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രതിരൂപം, ഇമേജ് അഥവാ ഐക്കോൺ എന്ന് പറയുമ്പോൾ അതൊരു വെറും ഫോട്ടോകോപ്പിയോ നിഴലോ അല്ല, മറിച്ച് അദൃശ്യനായ പിതാവായ ദൈവത്തിന്റെ അതേ സ്വഭാവം, വ്യക്തിത്വം, തേജസ് ഇതെല്ലാം പൂർണ്ണമായി വെളിപ്പെടുത്തുന്ന അതേ ദൈവിക സത്തയുള്ള ആളാണ് പുത്രനായ ക്രിസ്തു. അതാണ് അർത്ഥം. ദൈവത്തെ അറിയണമെങ്കിൽ ക്രിസ്തുവിനെ നോക്കിയാൽ മതി. അതെ. അതുപോലെ സർവ്വസൃഷ്ടിക്കും ആദ്യജാതൻ, ഫസ്റ്റ് ബോൺ ഓവർ ഓൾ ക്രിയേഷൻ എന്നും പറയുന്നുണ്ട്. അതും കൊലോസ്യോസ്യർ 1:15 തന്നെ. ആദ്യജാതൻ എന്നുവെച്ചാൽ ആദ്യം സൃഷ്ടിക്കപ്പെട്ടവൻ എന്നാണോ? അല്ല, അങ്ങനെയല്ല ഈ പഠനം അതിനെ കാണുന്നത്. ഫസ്റ്റ് ബോൺ എന്നതിന് ഇവിടെ അർത്ഥം കൊടുക്കുന്നത് എല്ലാ സൃഷ്ടികളുടെയും മേൽ അധികാരമുള്ളവൻ, ഏറ്റവും പ്രധാനപ്പെട്ടവൻ, ശ്രേഷ്ഠൻ, ദ പ്രീ എമിനന്റ് വൺ എന്നൊക്കെയാണ്. ഓക്കേ. സൃഷ്ടിക്ക് മുൻപേ ഉള്ളവനാണ്, സൃഷ്ടിയുടെ എല്ലാം ലക്ഷ്യവും അവനാണ്. പിന്നെ ആൽഫയും ഒമേഗയും എന്ന വിശേഷണവുമുണ്ട്. ആൽഫ ആൻഡ് ഒമേഗ, എല്ലാറ്റിൻ്റെയും തുടക്കവും ഒടുക്കവും. അതവന്റെ നിത്യതയെയും അധികാരത്തെയും കാണിക്കുന്നു. ഇതെല്ലാം അധികാരവും ദൈവത്വവുമാണ് കാണിക്കുന്നത്. പക്ഷേ ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ പറയുന്നൊരു കാര്യം 2.5 മുതൽ 8 വരെ, അത് ക്രിസ്തുവിന്റെ താഴ്മയെക്കുറിച്ചാണ്. ദൈവമായിരുന്നിട്ടും സ്വയം താഴ്ത്തിയെന്ന്. അതൊരു വൈരുദ്ധ്യം പോലെ തോന്നുന്നില്ലേ? അതൊരു വൈരുദ്ധ്യമെന്നതിനേക്കാൾ ദൈവത്തിന്റെ സ്നേഹം എത്ര വലുതാണെന്ന് കാണിക്കുന്നൊരു കാര്യമാണ്. അത്ഭുതമാണ്. ഫിലിപ്പിയർ 2:6-7 പറയുന്നു, ക്രിസ്തു ദൈവരൂപത്തിലിരിക്കെ, ബീയിങ് ഇൻ വെരി നേച്ചർ ഗോഡ്, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കേണ്ട ഒന്നായിട്ട് കണ്ടില്ല. പകരം ദാസരൂപമെടുത്തു, സ്വയം ശൂന്യനാക്കി, മെയ്ഡ് ഹിംസെൽഫ് നത്തിങ്, മനുഷ്യനായിട്ട് വന്നു, എന്നിട്ട് മരണത്തോളം അനുസരിച്ചു, അതും ഏറ്റവും നാണം കെട്ട കുരിശുമരണം വരെ. ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. പ്രപഞ്ചമുണ്ടാക്കിയ ആള്, ലോഗോസ്, സ്വയം ഇത്രയും ചെറുതായി ഒരു ദാസനെ പോലെയായി മരിച്ചുവെന്നത്. അതെ, ഇത് ദൈവത്തിന്റെ 2 വശം ഒരുമിച്ച് കാണിക്കുന്നു. ഒന്ന്, അവന്റെ ഏറ്റവും വലിയ ദൈവത്വം. 2, അവന്റെ അളവില്ലാത്ത സ്വയം നൽകുന്ന സ്നേഹം. അഗാപ്പെ എന്ന് പറയും, അല്ലെങ്കിൽ മറാത്തിയിൽ പ്രീതി എന്ന് പറയും. ഇതൊരു സാധാരണ മനുഷ്യ സ്നേഹമല്ല, ഡിവൈൻ ലവ്.
ഈ ദൈവത്വം, കിഴക്കുനിന്ന് വന്ന ജ്ഞാനികൾ, മാജി, അവർക്ക് ശിശുവായ യേശുവിനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്നും ഈ പഠനം പറയുന്നുണ്ടല്ലോ, അവരുടെ സമ്മാനങ്ങൾ വഴി. അതെങ്ങനെയാണ്? അതെ, ആ സമ്മാനങ്ങളുടെ സിംബോളിസം വളരെ പ്രധാനപ്പെട്ടതാണ്. മത്തായി 2:11 പറയുന്നുണ്ട്, അവർ ആ കുഞ്ഞിനെ കണ്ടപ്പോൾ സാഷ്ടാംഗം വീണ് ആരാധിച്ചു, എന്നിട്ട് പൊന്ന്, കുന്തുരുക്കം, മീറ എന്നിവ കൊടുത്തു. ഓരോന്നിനും അർത്ഥമുണ്ട്. പൊന്ന് കൊടുത്തത് അവൻ രാജാവായതുകൊണ്ടാണ്, യഹൂദരുടെ രാജാവ്, ലോകത്തിന്റെയും രാജാവ്. മീറ് ഒരുതരം സുഗന്ധദ്രവ്യമാണ്, മരിച്ചവരെ അടക്കുമ്പോൾ ഉപയോഗിച്ചിരുന്നു. അത് അവൻ മനുഷ്യർക്കു വേണ്ടി കഷ്ടപ്പെട്ട് മരിക്കും എന്നതിന്റെ ഒരു സൂചനയായിരുന്നു. ശരി. എന്നാൽ മൂന്നാമത്തെ സമ്മാനം, കുന്തുരുക്കം, ഫ്രാങ്കിൻസെൻസ്, അത് ദൈവത്തിന് മാത്രം ആരാധനയിൽ കൊടുത്തിരുന്ന ഒന്നാണ്. അമ്പലങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത് പോലെ. അതെ, ദേവാലയത്തിലെ യാഗങ്ങളിലും പൂജകളിലുമൊക്കെ ഉപയോഗിച്ചിരുന്ന വിശുദ്ധ ധൂപം. അപ്പോൾ ആ ജ്ഞാനികൾ കുന്തുരുക്കം കൊടുത്തതിന്റെ അർത്ഥം അവർ ആ കുഞ്ഞിൽ കണ്ടത് വെറുമൊരു രാജാവിനെയോ മനുഷ്യനെയോ അല്ല, ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെയാണ് എന്നതാണ് ഈ പഠനം പറയുന്നു. അക്നോളജ്മെന്റ് ഓഫ് ഹിസ് ഡിവിനിറ്റി. വളരെ വ്യക്തമായൊരു വ്യാഖ്യാനം. അപ്പൊ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ തുടക്കത്തിൽ കണ്ട ഈ വചനം ബൈബിളിന്റെ അവസാന പുസ്തകമായ വെളിപാടിലും വരുന്നുണ്ടോ? ഉണ്ട്, വളരെ ശക്തമായിട്ട് തന്നെ വരുന്നുണ്ട്. വെളിപാട് പുസ്തകം 19 അധ്യായം 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. അവിടെ യോഹന്നാൻ ഒരു ദർശനം കാണുകയാണ്. സ്വർഗം തുറന്നിരിക്കുന്നു, ഒരു വെള്ളക്കുതിര, അതിന്റെ പുറത്തൊരാളിരിക്കുന്നു. പേര് വിശ്വസ്തനും സത്യവാനും, ഫെയ്ത്ത്ഫുൾ ആൻഡ് ട്രൂ. അവൻ നീതിയോടെ വിധിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്യുന്നു. കണ്ണുകൾ തീ പോലെ, തലയിൽ ഒരുപാട് കിരീടങ്ങൾ, രക്തത്തിൽ മുക്കിയ വസ്ത്രം ധരിച്ചിരിക്കുന്നു. സ്വർഗീയ സൈന്യം പിന്നാലെ വരുന്നു. ഏറ്റവും പ്രധാനമായി 13-ാം വാക്യം പറയുന്നു, അവനൊരു പേര് വിളിക്കപ്പെട്ടിരിക്കുന്നു, ദൈവവചനം, ദ വേർഡ് ഓഫ് ഗോഡ്. ഓഹോ, അപ്പൊ യോഹന്നാന്റെ സുവിശേഷത്തിൽ തുടങ്ങിയ ആ വചനം. അതെ, ആദിയിലുണ്ടായിരുന്ന വചനം, ചരിത്രത്തിൽ യേശുവായി വന്ന വചനം, അതുതന്നെ യുഗാന്ത്യത്തിൽ സർവാധികാരിയായി രാജാക്കന്മാരുടെ രാജാവും കർത്താക്കന്മാരുടെ കർത്താവുമായിട്ട് തിരികെ വരുന്നതായാണ് ഇവിടെ കാണുന്നത്. ഇത് വചനം എന്ന ആശയത്തിന് ഒരു പൂർണ്ണത നൽകുന്നു. തുടക്കവും ഒടുക്കവും അവൻ തന്നെ. ഇതിലൊക്കെ ഉപരി കുറച്ച് അപ്രതീക്ഷിതമെന്ന് തോന്നിയ ഒരു കാര്യം കൂടി ഈ പഠനം പറയുന്നുണ്ട്. ഭാരതത്തിലെ ഭക്തിപ്രസ്ഥാനത്തിലെ സന്യാസിമാരില്ലേ, ജ്ഞാനേശ്വർ, തുക്കാരാം, അങ്ങനെയുള്ളവരുടെ ചിന്തകളിലും ഈ വചനം അഥവാ ശബ്ദ ദൈവമാണെന്നൊരാശയം കാണുന്നു എന്നത്. ഇതെങ്ങനെയാണ് ബന്ധിപ്പിക്കുന്നത്? അത് വളരെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഈ പഠനം പറയുന്നത് 1-ാം നൂറ്റാണ്ടിൽ തോമസ് അപ്പസ്തോലൻ ഇന്ത്യയിൽ വന്നപ്പോൾ ഈ വചനം ദൈവമാണ് എന്ന ആശയം ഇവിടെയും എത്തിയിരിക്കാമെന്നാണ്. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഭാരതത്തിലെ ഭക്തിപ്രസ്ഥാനത്തിലെ സന്യാസിമാരുടെയും കവികളുടെയും അവരുടെ എഴുത്തുകളിൽ ഇതിന്റെ ഒരു സ്വാധീനം കാണാൻ പറ്റും എന്നാണ് കണ്ടെത്തൽ. ഉദാഹരണത്തിന് മറാത്തി സന്യാസിയായ സന്ത് ജ്ഞാനേശ്വർ, അദ്ദേഹം വചനത്തിന്റെ ഒരു വലിയ വ്യാപ്തിയെക്കുറിച്ച് പാടുന്നുണ്ട്. തൈസേ ശബ്ദാച്ചെ വ്യാപകപ്പൺ എന്നൊക്കെ. സൂര്യൻ ചെറുതാണെങ്കിലും ലോകം മുഴുവൻ വെളിച്ചം കൊടുക്കുന്നത് പോലെയാണ് ശബ്ദത്തിന്റെ ശക്തിയെന്ന്. അദ്ദേഹം വചനത്തെ പിതാവ്, ബാപ്പ് എന്നുവരെ വിളിക്കുന്നുണ്ട്. അതുപോലെ തുക്കാരാം, അദ്ദേഹം ഇതിലും വ്യക്തമായിട്ട് പറയുന്നു, നോക്കൂ, വചനം തന്നെയാണ് ദൈവം. തുഖാമണേ പഹാ ശബ്ദചീഹാ ദേവ്. ശരിക്കും അതെ, ഇത് കാണിക്കുന്നത് വചനം ദൈവമാണ് എന്ന ആശയം ഒരു സംസ്കാരത്തിന്റെ മാത്രം കാര്യമല്ല. മനുഷ്യന്റെ ആത്മീയമായ അന്വേഷണങ്ങളിൽ പലയിടത്തും ഇതുപോലുള്ള ചിന്തകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. ഈ ഭാരതീയ സന്യാസിമാർ ഒരുപക്ഷെ ക്രിസ്തുവിനെക്കുറിച്ചോ ബൈബിളിനെക്കുറിച്ചോ നേരിട്ട് കേട്ടില്ലായിരിക്കാം. എന്നാലും ദൈവികമായ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ശബ്ദത്തിന്റെ പ്രാധാന്യം അവരും തിരിച്ചറിഞ്ഞു. അപ്പോ ഡോക്ടർ റോഡ്രിഗസിന്റെ പുസ്തകത്തിലെ ഈ ഭാഗത്തെക്കുറിച്ചുള്ള നമ്മുടെ ഈ സംഭാഷണം ഒന്ന് ചുരുക്കിയാൽ പ്രധാനമായി പറയുന്ന കാര്യം ഇതാണ്: യോഹന്നാൻ പറയുന്ന വചനം വെറുമൊരു വാക്കല്ല, അത് ആദിമുതലേയുള്ള, ദൈവത്തോടൊപ്പമുള്ള, ദൈവം തന്നെയുള്ള യേശുക്രിസ്തുവാണ്. ദൈവത്തിന്റെ ജ്ഞാനമാണ്, ശക്തിയാണ്, യുക്തിയാണ്. ഈ വചനം, ഈ ലോഗോസ്, നമുക്ക് കാണാൻ പറ്റാത്ത ദൈവത്തെ കാണിച്ചുതരാനും രക്ഷ നൽകാനും വേണ്ടി ചരിത്രത്തിലേക്ക് വന്നു, മനുഷ്യനായി ജീവിച്ചു. അതെ, ഈ പഠനം അതിന്റെ വാദങ്ങൾക്കെല്ലാം അടിസ്ഥാനമാക്കുന്നത് തിരുവെഴുത്തുകളുടെ ഈ രീതിയിലുള്ള വ്യാഖ്യാനത്തെയാണ്. യേശുവിനെ വചനമായിട്ട് കാണുമ്പോൾ അവിടുത്തെ വെറുമൊരു പ്രവാചകനോ നല്ല മനുഷ്യനോ ആയിട്ടല്ല, മറിച്ച് പൂർണ്ണ ദൈവമായിട്ടാണ് കാണുന്നത്. ആ ഒരു ഉറച്ച ബോധ്യമാണ് ഇതിന്റെ പിന്നിൽ. തോമസിന്റെ ആ ഏറ്റുപറച്ചിൽ,
എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. പിന്നെ ഫിലിപ്പോസിനോടുള്ള യേശുവിൻ്റെ മറുപടി, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിതാവും വചനവും പരിശുദ്ധാത്മാവും ഒന്നാണെന്നുള്ള ആ സൂചനകൾ, വെളിപാടിലെ ദൈവവചനമെന്ന പേര്, ഇതെല്ലാം ഈ വാദത്തെ പിന്തുണയ്ക്കുന്ന കാര്യങ്ങളായിട്ടാണ് ഈ പഠനമെടുത്തു കാണിക്കുന്നത്. ഈ ചർച്ച കേൾക്കുന്ന നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒന്നാലോചിക്കാൻ ഒരു ചിന്ത കൂടി തന്നിട്ട് നമുക്ക് നിർത്താം. ഫിലിപ്പിയർ 2:5 നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ക്രിസ്തുയേശുവിനുള്ള ഭാവം അല്ലെങ്കിൽ ചിന്ത തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഈ പഠനം അതിന്റെ ദൈവശാസ്ത്രപരമായ കാര്യങ്ങൾ പറയുമ്പോഴും ഈ ഒരു പ്രായോഗികമായ ചിന്ത കൂടി തരുന്നുണ്ട്. ക്രിസ്തുവിൽ നമ്മൾ കണ്ട ആ സ്വയം ചെറുതാകൽ, ആ താഴ്മ, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ആ കരുതൽ, അങ്ങനെയൊരു മൈൻഡ് സെറ്റ്, ഒരു ചിന്താഗതി നമ്മളൊരു പ്രത്യേക മതത്തിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അത് നമ്മുടെ ബന്ധങ്ങളെയും സമൂഹവുമായുള്ള ഇടപെടലുകളെയുമൊക്കെ എങ്ങനെ മാറ്റാൻ സാധ്യതയുണ്ട്? ഒന്ന് ആലോചിച്ചു നോക്കാവുന്ന കാര്യമല്ലേ? Subscribe and press the bell for getting new updates.